CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് വടകരയിൽ തുടക്കമാകും. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിലവിലെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ 3 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സ്ഥാനമൊഴിയും എന്നാണ് അറിയുന്നത്. ദീപക് തർമ്മണം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN CPIM-ന്റെ സംഘടനാ നടപടികളുടെ ഭാഗമായുള്ള പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് ഇന്ന് വടകരയിൽ തുടങ്ങുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സമാപന റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം എന്ന പ്രത്യേകതയുണ്ട്. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ, അതുപോലെ തന്നെ A വിജയരാഘവൻ, ഇങ്ങനെ 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു പരീക്ഷണത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ തയ്യാറായേക്കും. വനിതാ പ്രാതിനിധ്യത്തിൽ ഒരു വനിതയെ സെക്രട്ടറി ആക്കാനുള്ള ആലോചന സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു തീരുമാനമായി വരികയാണെങ്കിൽ KK ലതികയായിരിക്കും മുൻ MLA-യും ഈ നിലവിലെ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിയുന്ന P മോഹനൻ. ഏതാണ്ട് 10 വർഷം കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നയിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായ KK ലതികയ്ക്കായിരിക്കും സാധ്യതയെന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ 3 പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഒന്ന് A പ്രദീപ് കുമാറാണ്, മറ്റൊന്ന് KK ദിനേശൻ, അതുപോലെ തന്നെ മുഹമ്മൂബ്. ഈ 3 പേരും 4 പേരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്, നിലവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. പക്ഷേ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും, P മോഹനൻ മാഷ് അവതരിപ്പിക്കും. അതിൽ സ്വയം വിമർശനപരമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി, പാർട്ടി കേന്ദ്രങ്ങളിലുണ്ടായ തിരിച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. SKN. താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.